ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സമയചക്രം നിങ്ങൾക്ക് ഫേവറായിട്ട് കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കൂടെ എന്തോ ഒരു ചതി നടത്തിയിട്ടുണ്ട്. ആരോ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ക്യാഷ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ ആരോ ചതിച്ചിട്ടുണ്ട്. ഇല്ല എങ്കിൽ വളരെ മോശം ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ റീസെൻ്റായിട്ട് കഴിഞ്ഞു പോയ സമയത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കൂടെ പോയപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ ആ ഒരു ലൈഫ് എപ്പോഴും ദുഃഖങ്ങൾ മാത്രമാണ് തരുന്നത്, അല്ലാതെ നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ല, എപ്പോഴും ദുഃഖം മാത്രം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കാരണം ദുഃഖമല്ലാതെ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. എപ്പോഴും ദുഃഖം ദുഃഖം ദുഃഖം. അതായത് നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാവരുടെയും ജീവിതം ഇതേപോലെ ദുഃഖം കൊണ്ട് നിറഞ്ഞതാണോ, അതോ എൻ്റെ മാത്രം ജീവിതമാണോ ഇത്രമാത്രം ദുഃഖം കൊണ്ട് നിറഞ്ഞത്, എനിക്ക് മാത്രം എന്താ ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അതായത് ഒരു ദുഃഖത്തിൽ നിന്ന് ഫ്രീ ആകുമ്പോൾ മുന്നിൽ വേറൊരു ദുഃഖം ഉണ്ടാവും നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി. ഇവിടെ കൂടുതലും നിങ്ങൾക്ക് ചതിവാണ് മറ്റുള്ളവർ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇല്ല എങ്കിൽ നിങ്ങളെ മിസ്യൂസ് ആൾക്കാർ കൂടുതലായിട്ട് ചെയ്യുന്നു. നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങളെ മിസ്യൂസ് ചെയ്തു, നിങ്ങളെ ചതിക്കുന്നു. അതായത് നിങ്ങൾ ആരെയാണോ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് അവർ നിങ്ങളെ ചതിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കുന്നു. അതായത് ഇനി ആരും ഞാൻ വിശ്വസിക്കാൻ പാടില്ല, ഈ ഒരു വ്യക്തിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു, പക്ഷേ ഈ വ്യക്തി എന്നെ ചതിച്ചിട്ട് പോയല്ലോ എന്ന് ഇനി ആരെയും ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. നിങ്ങൾ കുറേ പ്രാവശ്യം കുറേ ആൾക്കാർക്ക് അവസരം കൊടുത്തു, അതായത് നിങ്ങളെ ചതിച്ചവർക്കും നിങ്ങളെ ചതിക്കാത്തവർക്കും, പക്ഷേ അവരെല്ലാം നിങ്ങളെ ചതിച്ചിട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചാൽ പോലും നിങ്ങൾക്ക് പേടിയാണ്, ദൈവമേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാലോചിച്ച്. ഇനി പക്ഷേ നിങ്ങളുടെ ആ ഒരു സമയചക്രം നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ ചതികൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാരാവട്ടെ, സിറ്റുവേഷൻസ് ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഇനി അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടാകും. കാരണം സമയം നിങ്ങളുടെ ഫേവറിൽ കറങ്ങുന്നത് കൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ദൈവത്തിനറിയാം. സമയം നിങ്ങളുടെ ഫേവറിലാകുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊരു റിലീസ് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ലൈഫ് നിങ്ങൾക്കൊരു ടാസ്ക് തരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും നിങ്ങളുടെ ആ ഒരു ഏജിനും അപ്പുറമുള്ള ടാസ്ക് ആയിരിക്കും തരുന്നത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടാസ്കുകളായിരിക്കും തരുന്നത്. അങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങളെ കഴിവുള്ളവരാക്കുക എന്നുള്ള ആ ഒരു ഇതിലൂടെയാണ് ദൈവം നിങ്ങൾക്ക് ടാസ്ക് തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നേരെ ആരോ ചതി ചെയ്തു, പക്ഷെ നിങ്ങൾ ആ ഒരു ചതിയിൽ വീണു പോയി, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങനൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെ കാര്യം സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ നിങ്ങളെയും നോട്ടീസ് ചെയ്യണം, മറ്റുള്ളവരെയും നോട്ടീസ് ചെയ്യണം. കാരണം ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് നിരപരാധി, ആരാണ് തെറ്റുകാരെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടന്നത്. ഇവിടെ ചില കാര്യങ്ങൾ സമയം അനുസരിച്ച് നടക്കും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്കിപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഷിഫ്റ്റിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വേണമെന്ന് ആഗ്രഹിക്കുന്നു, എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തായാലും സമയം അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും സ്ഥായിയായിട്ട് ഉണ്ടാവും, അല്ലാതെ കുറച്ച് സമയം തന്നിട്ട് ദൈവം തിരിച്ചെടുക്കത്തില്ല. കൂടാതെ എന്ത് ഗ്രോത്ത് ആണെങ്കിലും അത് സ്ഥായിയായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. അതായത് ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, എന്ത് സിറ്റുവേഷൻ ആയാലും അത് മൂവ് ഓൺ ചെയ്തിട്ട് എനിക്ക് മുന്നോട്ട് പോകണം, എൻ്റെ ജീവിതം ഇനി കിടക്കുകയാണ്, അതിലെനിക്ക് ജീവിച്ച് എന്തെങ്കിലും ഗ്രോത്ത് സമ്പാദിക്കണം, എന്തെങ്കിലും ഒരു വിജയം എന്നെക്കൊണ്ട് എനിക്ക് ഉണ്ടാക്കണം, അങ്ങനെ ഒരു മോഹമുണ്ട് എങ്കിൽ അങ്ങനെ നിങ്ങൾ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്ത് വിജയമാണെങ്കിലും എന്ത് നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിലും അതിലേക്ക് നിങ്ങൾ പോകും. ഈ ഒരു സമയചക്രം നിങ്ങളുടെ ഫേവറായിട്ട് വരുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. പിങ്ക് കളർ, വൈറ്റ് കളർ ഫ്ലവർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക മനസ്സിലൊരു ശാന്തി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്ന്. ഇവിടെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫേവറായിട്ട് അല്ല ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെ നടക്കും. അത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് വാണിദോഷമുണ്ട് എങ്കിൽ അത് ഉറപ്പായിട്ടും മാറുന്നതാണ്. അത് നിങ്ങൾ പറയുന്നതൊന്ന് ഓപ്പോസിറ്റുള്ള വ്യക്തി മനസ്സിലാക്കുന്ന വേറൊന്നു. അങ്ങനെ ഒരു വാണിദോഷം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഉറപ്പായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ഫേവറിൽ കറങ്ങുമ്പോൾ മാറുന്നതാണ്.
ഈ ഒരു സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് കറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സക്സസ്സും സന്തോഷവും ലഭിക്കും. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ ജീവിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ, ഇപ്പോഴാണ് ഒരു സംഘർഷങ്ങളും ഒന്നുമില്ലാതെ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുള്ള ജീവിതം ഞാൻ ജീവിക്കുന്നത് എന്ന്. ഇനി നിങ്ങളുടെ മുഖത്ത് എപ്പോഴും സാഡ് ആയിട്ടുള്ള ആ ഒരു ഭാവമായിരിക്കത്തില്ല, എൻജോയ് ആയിട്ടുള്ള നല്ല സന്തോഷം നിറഞ്ഞ ഭാവമായിരിക്കും. ഇവിടെ ഇൻകം റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവും ദൂരെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കരിയർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കരിയർ ലഭിക്കുന്നതായിട്ട്, ഇൻകം കുറവായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ ഇനി ഇൻകം കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇൻഫിനിറ്റിയുടെ സൈൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് വന്നു കഴിഞ്ഞു എന്ന്. നിങ്ങളുടെ മനോകാമന എന്താണോ ഒരുമിച്ച് 5 ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള 5 ആഗ്രഹങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒരുമിച്ച്. നിങ്ങളുടെ ലൈഫ് വളരെ നല്ലതായിട്ട് മാറും. നല്ല രീതിയിൽ സമൃദ്ധിയോടുകൂടി തന്നെ നിങ്ങൾ ജീവിക്കും. കൂടാതെ നിങ്ങൾ ഡൗൺ ടു എർത്ത് അങ്ങനെ ഇരിക്കുന്നവരായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് മാനസികമായിട്ട് ശാന്തി നിങ്ങൾക്ക് നല്ലതായിട്ട് ലഭിക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ വേറൊരു രൂപം ആൾക്കാർക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴുള്ള പേഴ്സണാലിറ്റി ആയിരിക്കത്തില്ല, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് വരും. അത് ആൾക്കാർ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്യും. അതായത് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിഞ്ഞു എന്ന് അവർ ചിന്തിക്കും. ഇനി മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനെക്കുറിച്ചും ആലോചിച്ച് ഒരു കുറവ് ഫീൽ ആവത്തില്ല. എല്ലാം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഒരു കുറവും ഇല്ലാതെ. അതായത് നിങ്ങൾക്ക് പബ്ലിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ അത് ചെയ്യുക. കാരണം പബ്ലിക്കിൻ്റെ കാര്യങ്ങൾ നോക്കുക, പബ്ലിക്കുമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അങ്ങനെ ഉള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്, എന്തെങ്കിലും ഒരു കല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് അറിയാമെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പബ്ലിക്കിലേക്ക് നിങ്ങളുടെ ആ ഒരു കഴിവ് കാണിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്താണോ നിങ്ങൾക്കുള്ള കഴിവ്, എന്താണോ ക്രിയേറ്റിവിറ്റി, അത് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സ്കില്ല് അങ്ങനെ ഒരു സ്കില്ലാണ്, പബ്ലിക്കുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു സ്കില്ലാണത്. അത് നിങ്ങൾ ഉറപ്പായിട്ടും പുറത്ത് കൊണ്ടുവരിക. ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും പബ്ലിക് ഫിഗറായി മാറുക തന്നെ ചെയ്യും. ആൾക്കാർ നിങ്ങളുടെ പേര് കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ ആൾക്കാർ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ എപ്പോഴും ഗ്രീൻ കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. ഒരു ഏലയ്ക്ക് എപ്പോഴും രാവിലെ ഗണപതി ഭഗവാന്റെ മുമ്പേ സമർപ്പിച്ചിട്ട് ആ ഒരു ഏലയ്ക്ക് കഴിക്കുക. കാരണം ഇത് ചെയ്യാൻ പറഞ്ഞത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഓപ്പോസിറ്റ് വ്യക്തിക്ക് മനസ്സിലാകും അതേപോലെ. അല്ലെങ്കിൽ അവർ ഒന്ന് വിചാരിക്കും നിങ്ങളൊന്ന് പറയുന്നത്, അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളറിലുള്ള ഒരു കർച്ചീപ്പുണ്ട്, ഓപ്പോസിറ്റ് വ്യക്തി പറയും ഇത് വൈറ്റ് കളറാണെന്ന്, മറ്റൊരു വ്യക്തി പറയും ഇത് ഗ്രീൻ കളറാണെന്ന്. അതാണ് പ്രശ്നം. അതായത് നിങ്ങൾ എന്താണോ പറയുന്നത് അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാകുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ എന്നും ഒരു ഏലയ്ക്ക രാവിലെ ഗണപതി ഭഗവാന് കാൽക്കയിൽ വച്ചിട്ട് നിങ്ങൾ കഴിക്കാൻ പറഞ്ഞത്. അത് പറ്റുമെങ്കിൽ ചായയിലോ അല്ലെങ്കിൽ വെള്ളം, ഏലയ്ക്ക വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചായക്കയുടെ അല്ലെങ്കിൽ നാരങ്ങയിലോട്ട് കുടിക്കുക, എങ്ങനെയെങ്കിലും അത് കഴിച്ചാൽ മതി നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി നെയിം ഫെയിം സമ്പാദിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലൂടെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അറിയണം. ഒത്തിരി പക്ഷാപാതം നിങ്ങളോട് ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല, അങ്ങനെ ഒരു പക്ഷാപാതം നിങ്ങളോട് ഷോ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒത്തിരി വിഷമമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കി, അതായത് എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നുള്ള നിങ്ങൾ ചിന്തിച്ച് പോയ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തി വളരെ വലിയൊരു അന്യായമാണ് നിങ്ങളോട് ചെയ്തത്. നിങ്ങളുടെ സന്തോഷത്തെ തകർക്കാൻ ശ്രമിച്ചു ഇവർ. പക്ഷേ ഇവർ ഇങ്ങനെ ചെയ്തതിലൂടെ നിങ്ങൾക്കൊരു അവേക്കനിങ് ഉണ്ടായി. അപ്പോൾ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മനസ്സുകൊണ്ട് വിചാരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒരു നല്ല ഒരു ജ്ഞാനമുള്ളതും ബുദ്ധിയുള്ളതുമായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റിയത്. കാരണം ഇപ്പോൾ നിങ്ങൾ പഴയതുപോലെയല്ല. ആര് നിങ്ങളോട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് പഴയതുപോലെയല്ല. ഇവർ നല്ലതാണോ മോശമാണോ, ഇവർ എന്നോട് എന്ത് ഭാവമാണ് വയ്ക്കുന്നത്, സ്നേഹഭാവമാണോ ദേഷ്യഭാവമാണോ, എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്. മുന്നേ അങ്ങനെയല്ലായിരുന്നു, ആര് പറയുന്നതും വിശ്വസിക്കുക എല്ലാം ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് വ്യക്തികൾ നിങ്ങളെ ചതിച്ചതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായി, ജീവിതം എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്.
ഇവിടെ ആരായാലും നിങ്ങളോട് അന്യായം ആരാണോ കാണിച്ചത് അവർക്ക് ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നീതി ലഭിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കുക നിങ്ങൾ. കാരണം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവമാണ് നിങ്ങളുടെ വഴിയിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പിറകിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ദൈവം മുന്നോട്ട് നടത്തുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലത് മാത്രമേ വരികയുള്ളൂ. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ചില കാര്യങ്ങൾ ക്രിയേറ്റ് ആവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ വേദനകൾ സഹിച്ചിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ്, നിങ്ങൾ പറയുന്ന എന്താണ് എന്നെല്ലാം ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ന്യായം ചെയ്യാതിരിക്കുമോ? ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടിയാണ് പോകുന്നത്. പ്രകൃതിയുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ മോശം ആഗ്രഹിക്കാത്ത ഒരു പവിത്രമായ ശുദ്ധ ആത്മാവാണ്. ഇവിടെ നിങ്ങൾ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സമയം നിങ്ങളുടെ ഫേവറിൽ വരുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി ഇവിടെ ജീവിച്ച് പോയിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയണം. ചുമ്മാ ജീവിച്ച് മരിക്കാനല്ല നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച് അതിലൂടെ പേരും പ്രശസ്തിയും നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ നിങ്ങളുടെ എന്താണോ കഴിവ് ആ കഴിവിലൂടെ എല്ലാവരും നിങ്ങളെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ആൾക്കാർ ആരാണോ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന, ആരാണോ നിങ്ങൾക്ക് വാല്യൂ തരാത്തത്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കണം. അതിലൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെപ്പോഴും ലൈഫിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹമില്ല. ഇവിടെ ചില ആൾക്കാരാകട്ടെ തന്നോട് എന്താണോ മോശം ചെയ്ത് അവരോട് തിരിച്ച് മോശം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതായത് പക വീട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നമ്മൾ എന്തിനാണ് പകരം വീട്ടാൻ പോകുന്നത്? ഈശ്വരൻ ഇതെല്ലാം കാണുന്നില്ല. ഈശ്വരൻ അവർക്ക് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കൊടുത്തോളും. നിങ്ങൾ ഒരിക്കലും അവരോട് പകരം വീട്ടാനോ ഒന്നിനും പോകണ്ട. ഇവിടെ നിങ്ങളെ ആരാണോ മിസ്യൂസ് ചെയ്തത്, നിങ്ങൾക്ക് വാല്യൂ തരാത്തത്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകരുത്. കാരണം അവർക്ക് ഉള്ള ഏറ്റവും വലിയ ശിക്ഷ അതാണ്. അതായത് നിങ്ങൾ അവരെ കാര്യം ശ്രദ്ധിക്കാനൊന്നും പോകണ്ട. നിങ്ങൾക്ക് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുക. അവർ നിങ്ങൾക്ക് വാല്യൂ തന്നതിൽ കുഴപ്പമില്ല. ഈശ്വരനുണ്ടല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ അത് മാത്രം ചിന്തിച്ച് അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കാൻ പോകണ്ട. ഇവിടെ ചില ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ പ്രസിദ്ധി കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ എൻ്റെ പിറകെ വരണമെന്നാണ്. കാരണം നല്ലൊരു സ്റ്റാറ്റസ് പ്രാപ്തമാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ വേണ്ടാന്ന് വച്ചവർ എൻ്റെ പ്രസിദ്ധി കണ്ട് എൻ്റെ പിറകെ വരണം, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? നമ്മൾ നല്ല രീതിയിൽ നല്ല പ്രസിദ്ധിയും പേരും എല്ലാം ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ മോട്ടിവേഷനായിട്ട് വർക്ക് ആവും. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നതുപോലെ ജീവിക്കണം, നല്ല ഒരു ലൈഫ് വേണം എനിക്ക്, അതൊരു മോട്ടിവേഷൻ പോലെയാണ് വർക്കാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൽ നിങ്ങൾ എത്തിപ്പെടുകയും ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നല്ലത് നടക്കൂ. മോശം ചിന്തിച്ചാൽ മോശം നടക്കും. അപ്പോൾ നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർ ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് വളരെ മോശം രീതിയിൽ ആരോ ചതി ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്തു എല്ലാ കാര്യത്തിനും. പക്ഷേ ഇവരുടെ കാര്യം വരുമ്പോൾ ഇവർ ഒരിക്കലും നിങ്ങളെ ചൂസ് ചെയ്യത്തില്ല. അതായത് ഒരു പക്ഷാപാതം നിങ്ങളോട് ഇവർ ഭയങ്കരമായിട്ട് കാണിച്ചു. അത് നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതിന് തുല്യമായിരുന്നു. അത്ര വലിയൊരു ചതിയാണ് അവർ നിങ്ങളോട് കാണിച്ചത്. ഈ ഒരു ചതി നിങ്ങളോട് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. മറ്റു പല ആൾക്കാർക്കും സ്ഥാനമുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല എന്ന്. അപ്പോൾ ഈ ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ഹൃദയം വേദനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കാൻ പോകണ്ട, മൈൻഡ് ചെയ്യാൻ പോകണ്ട. കാരണം നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകാതിരിക്കുമ്പോൾ താൻ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം നിർത്തിക്കൊള്ളും. കാരണം ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാനും പോകരുത്. ഒരിക്കലും ഇവർ സമയം മാറുന്നതനുസരിച്ച് ഇവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള വ്യക്തികളിൽ ട്രസ്റ്റ് ചെയ്യാൻ പോകരുത്. അപ്പോൾ നിങ്ങളോട് ആരാണോ തെറ്റ് ചെയ്തത് അതിൽ നിങ്ങൾക്കൊരു ന്യായം ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും.
ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു ദുഃഖത്തിൻ്റെ കാർമേഘം ഉറപ്പായിട്ടും മാറിപ്പോകുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആവും. അങ്ങനെയുള്ള സാഹചര്യം ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് പുറത്തു വരേണ്ട അവസ്ഥ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം തന്നെ സ്വയം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കുന്നതാണ്. വീണ്ടും ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സ്ഥിതികളെ ഔട്ട് ഓഫ് ദ കൺട്രോൾ പോയിപ്പിക്കാൻ വേണ്ടി അവരെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഔട്ട് ഓഫ് കൺട്രോൾ പോകത്തില്ല. നിങ്ങളുടെ ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും. ഇവർ നിങ്ങളുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിയന്ത്രണം ഇവർക്ക് കൊടുക്കത്തില്ല. നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ സ്ഥിതിയും നിങ്ങളുടെ കൺട്രോളിൽ തന്നെയായിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം തരുവാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു സ്ഥിതി. പക്ഷേ നിങ്ങൾക്ക് നേരെ മുന്നേ തന്നെ ദൈവം ജസ്റ്റിസ് ചെയ്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരാത്ത രീതിയിൽ ഈ ഒരു സ്ഥിതികളെ നിങ്ങൾക്ക് ഫേവർ ആക്കും ദൈവം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോകെ പോകെ നഷ്ടം വരുത്തുവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ദൈവം അങ്ങനൊരു ന്യായം നിങ്ങൾക്ക് മേൽ പ്രവർത്തിക്കും. അതായത് ഒന്നുകിൽ ആ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. അങ്ങനെ ഒരു ന്യായം നിങ്ങൾക്ക് നേരെ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആരൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ രക്ഷപ്പെടും. കാരണം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ഥിതി അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നഷ്ടത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആ ഒരു പോക്കാണ് ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. ദൈവം നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകും. എൻ്റെ ഒരു റീഡിങ് കണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കാൻ പോയത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് നഷ്ടം വരണമെന്ന് വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ്? ഒന്നുകിൽ ആ ഒരു വ്യക്തി ആ ഒരു സ്ഥലം മാറിപ്പോകും, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാൻ വേണ്ടി ശ്രമിച്ച് അവർക്കായിരിക്കും തിരിച്ച് നഷ്ടം വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങളുടെ മേൽ തന്ത്രവിദ്യയോ അല്ലെങ്കിൽ മോശം ദൃഷ്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ ഒട്ടും തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ എപ്പോഴും നിങ്ങളുടെ മേൽ കണ്ണും വച്ച് നിങ്ങൾക്ക് എന്തൊക്കെ മോശം വരണമെന്ന് ആഗ്രഹിച്ച് ഓരോ പ്ലാനിങ്ങും ചെയ്തിട്ടുണ്ടോ, അവരുടെ ആ ഒരു സ്ഥലം മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള ആ ഒരു തീരുമാനത്തിലാണിപ്പോൾ അവർ ഉള്ളത്. കാരണം അവർ എന്ത് മോശകർമ്മമാണോ ചെയ്തത് അവർക്ക് അതിനുള്ള ആ ഒരു ബലം ലഭിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അവർ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ചിന്തിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് മനസ്സിലായിരിക്കണം അവർ എന്തൊക്കെ തെറ്റുകളും എന്തൊക്കെ മോശകർമ്മമാണ് നിങ്ങളോട് ചെയ്തത്, നിങ്ങളെ എന്തുമാത്രം വേദനിപ്പിച്ചു എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോയാൽ ഇവർ അനുഭവിക്കുന്ന കർമ്മ കുറയുമെന്നാണ്. പക്ഷെ ഒരിക്കലുമില്ല. നമ്മൾ എന്ത് കർമ്മ ആരോട് ചെയ്താൽ അത് അവിടെ നിന്ന് മാറിപ്പോയാൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവർ വിചാരിക്കുന്ന ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ കുഴപ്പമാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് മാറാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവർ എവിടെ പോയാലും ഈ ഒരു കർമ്മ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് മോശം ദിവസങ്ങളുടെ തുടക്കവും നിങ്ങൾക്ക് നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കവുമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ദൈവം വച്ചു തരുന്നത് പോലെ ഇവിടെ കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു അവസരമായിരിക്കാം, അത് കയ്യിൽ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആഗ്രഹിച്ച ആ ഒരു അവസരം എനിക്ക് കിട്ടിയല്ലോ ദൈവമേ എന്ന്. അതിലൂടെ നിങ്ങളുടെ ജീവിതം മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഇവിടെ നമ്പർ 333 എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. പിന്നെ ആരോ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും ഈ ഒരു സമയം, പക്ഷേ നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ വരത്തുമില്ല. ഇവിടെ ആരൊക്കെ നിങ്ങളെ കുഴിയിൽ വീഴ്ത്താൻ ശ്രമിച്ചാലും നിങ്ങൾ അവരുടെ ആ ഒരു കുഴിയിൽ വീഴത്തില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സുണ്ട്. നിങ്ങളപ്പോൾ വിചാരിക്കും ദൈവമേ ഇപ്പോൾ വീണു പോകും, ഇപ്പോൾ തളർന്ന് വീഴും, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ ഒരിക്കലും ദൈവം നിങ്ങളെ തളരാനോ നിങ്ങളെ ആ കുഴിയിൽ വീഴാനോ സമ്മതിക്കത്തില്ല. ഒരു കൈ ദൈവത്തിൻ്റെ നിങ്ങളുടെ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് കണ്ട് പേടിക്കേണ്ട. ഒരിടത്തും നിങ്ങളെ ദൈവം ഒറ്റയ്ക്കാക്കത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുക തന്നെ ചെയ്യും. ഇനി ആരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു മോശവും ഇനി ഉണ്ടാവത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഡിവൈൻ ടൈം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയം ആര് എന്ത് മോശം ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഒരു രീതിയിലും ബാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ സന്തോഷം ലഭിക്കണമെന്നുണ്ട് എങ്കിൽ ആര് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുമാത്രം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക.
ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരുന്നുണ്ടെങ്കിൽ ആ ഒരു ഉപദേശം നിങ്ങൾ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേട്ടിട്ട് പ്രവർത്തിക്കുക. ചില ആൾക്കാർ നമ്മളെ മോശം വഴിയിൽ കൂടെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഉപദേശം തരും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ആര് ഉപദേശം തന്നാലും നിങ്ങളുടെ ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ മോശം വഴിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും അവരുടെ വാക്കുകളിൽ വീണു പോകരുത്. കാരണം നിങ്ങൾ കുറച്ചൊന്ന് അവെയറായിട്ടിരിക്കണം ഈ ഒരു വ്യക്തിയിൽ എന്നാണ് ഇവിടെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ദേഷ്യം വന്നാൽ വളരെ കയ്പേറിയതായിട്ടുള്ള ശബ്ദങ്ങളാണ് ഇവരുടെ വായിൽ നിന്ന് വീണത്. പക്ഷേ ശാന്തമായിട്ട് എന്നാൽ ഒരു ശാന്തമായിട്ടുള്ള വ്യക്തി ഇവരെ പോലെ വേറെ ആരുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിലുള്ള വ്യക്തിയാണിവർ. ഈ ഒരു വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൺട്രോൾ ഇവരുടെ കയ്യിൽ വേണമെന്നാണ്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ തെറ്റായ രീതിയിൽ ഉപദേശിച്ചിട്ട് ഇവരുടെ കൺട്രോളിൽ വരുത്താൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരുടെ വാക്കുകൾ ഒരിക്കലും വീണു പോകരുത്. ഇവിടെ ഒരു വ്യക്തിയുടെ സ്വഭാവവും വയസ്സും ഒന്നും അറിയാതെ വളരെ മോശമായിട്ടായിരിക്കും ഈ വ്യക്തി അവരോട് പറയുന്നത് കണ്ടാൽ പിന്നെ നമുക്ക് തിരിച്ച് ആ ഒരു വ്യക്തിയോട് മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും മോശം രീതിയിൽ സംസാരിക്കുന്ന ഈ ഒരു വ്യക്തി. അപ്പോൾ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ചിന്തിക്കും, ഒബ്സർവേഷൻ ചെയ്യും, വളരെ കുറച്ചായിരിക്കും സംസാരിക്കുന്നതെല്ലാം വളരെ കയ്പേറിയ വാക്കുകൾ, അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ തകർക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇവർക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. 2 ചാബീസ് എപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരാണ് ആ ഒരു വ്യക്തിയെന്ന്, നിങ്ങളെ മോശം ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയെങ്കിലും അവരോട് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കാൻ ശ്രമിക്കുക. അവർ പറയുന്നതൊന്നും നിങ്ങൾ ഈ ഒരു കാത് കൊണ്ട് കേട്ടിട്ട് മറു കാത് കൊണ്ട് കളയുക. അതൊന്നും നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകരുത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.